ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അസ്രീസ് വ്ലോഗ്. അപ്പൊ ഇന്ന് ഡേ 2 ആണല്ലേ. ഇന്നലെ ഞങ്ങൾ നൈറ്റ് എത്തി. അപ്പൊ ഇന്നിപ്പോ ഞങ്ങ റെഡിയായി, എല്ലാരും റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞങ്ങ ഇന്ന് അങ്ങോട്ട് പോവാണ്. ഇനി ആദ്യം ഫുഡ് കഴിക്കണം, പിന്നെ ഫസ്റ്റ് എങ്ങട്ടാ പാലസ് പോയേക്കല്ലേ. ഫസ്റ്റ് പാലസ് പോയേക്കണം, പിന്നെ അവിടുന്ന് കഴിഞ്ഞിട്ട് സൂ, പിന്നെ ഒരു ചർച്ച് ഉണ്ട്. അപ്പൊ നമ്മ ഇപ്പൊ എവിടെ എത്തിന്നൊന്ന് പറഞ്ഞോടുത്തെ. അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടേ. അതല്ല, ഓക്കെ, മൈസൂരെത്തി. അപ്പൊ ഞങ്ങൾ മൈസൂരുണ്ട്. എന്നിട്ട് ഇനിയിപ്പോ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഇനി ബാക്കി കാണാം. Paneer bath and upma and today special kesari bath, pineapple kesari bath. Today special. Okay, can you open this? പനീർ ബാത്ത്. ഓക്കെ. ഉപ്പ അതായത് നമ്മുടെ ഉപ്പുമാവിന്റെ വേറെ വെറൈറ്റി ആണ്. കേസരി ബാത്ത്. ഇപ്പൊ നമ്മളെ ഓർഡർ ചെയ്തിട്ടുള്ള ഇഡ്ഡലി വട കിട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ സ്പെഷ്യലാന്ന് പറഞ്ഞു. അതെ, ഈ ഷോപ്പത്തെ സ്പെഷ്യലാണ് ഇഡ്ഡലി വട എന്ന് പറഞ്ഞു. അല്ലാതെ ഇഡ്ഡലി വട സ്പെഷ്യൽ ആയിട്ടല്ല, ഇവിടുത്തെ എന്തോ ഒരു അടിപൊളിയാണെന്നാ പറഞ്ഞു. അപ്പൊ നമുക്ക് കഴിച്ചു നോക്കിയിട്ട് ബാക്കി വരാം. പിന്നെ അച്ചിനെ ഓർഡർ ചെയ്തിട്ടുള്ള ഭൂരിയാണ്, ഭൂരി സാമ്പാറും. കാരണം സാമ്പാർ വെജിറ്റബിൾ കറി തന്നെ സാമ്പാർ അതേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇത് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ള റിവ്യൂ പറയാട്ടോ. നമ്മുടെ ഇഡ്ഡലി ടെസ്റ്റ് ചെയ്യാട്ടാ. എങ്ങനെയുണ്ട്? അടിപൊളിയാ. സാമ്പാറും നല്ല രസമുണ്ടല്ലേ. നമ്മളെ നാട്ടിലെ തക്കാളി കറിയാണ്. ഇത് വേറെ എന്തിന്റെയോ ഒരു ടേസ്റ്റ്. അടിപൊളിയാട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. കുറ്റബോധമാണ് അല്ലേ? എനിക്ക് വേണേ വട ടേസ്റ്റ് ഉണ്ടോ? എനിക്ക് പൂരി വരും. വട ഓർഡർ ചെയ്ത് കഴിക്കാം. മറ്റേ അതിൽ പൊടിച്ചതിന്റെ അവസാനം കയറാം. മറ്റേ ബസ് കണ്ടക്ടർ പറഞ്ഞത് നിനക്ക് വിളമ്പിച്ച് നിന്നോ, എന്റെ കഴിയിട്ട് വരണ്ട. ഞാൻ പൂരി എത്തിണ്ടല്ലോ. അത് മറ്റേ ബാജിയാണ്. പച്ച മലയാളത്തിൽ ആക്രാന്തം എന്ന് പറയും. പക്ഷെ ഞങ്ങളെ നാട്ടിൽ അത്ര ഇതുണ്ടാവില്ല. ഇത് വലിയ ഇഷ്ടമില്ല. ഇഷ്ടമില്ല. ഈ കറി ഉച്ചന്നാ മതി. നമുക്ക് ആ കറി ഇഷ്ടപ്പെടില്ല. സാമ്പാർ കഴിക്കാൻ വയ്ക്കാം. കിട്ടിയാ ഒഴിച്ചരാന്ന് പറഞ്ഞു. ഈ കറിയാണ് അടുത്ത ഹൈലൈറ്റ്. അതുകൊണ്ട് വട അടിപൊളി. ഇവിടെ എല്ലാതും 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ 9 മണിക്ക്, ഇപ്പോൾ 9 മണിയായി. അപ്പോൾ ഈ 9 മണിക്ക് എന്താണ് ഇവിടെ ഉള്ളതെന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്നാൽ ഇവിടുത്തെ ലോക്കൽസിനോട് ചോദിക്കുക. ഇതൊക്കെ നമുക്കറിയണതല്ലാതെ ഇവിടെ അടുത്ത ലോക്കൽസിനോട് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഇവിടെ അടുത്തുള്ള പ്ലേസും കാണാനുള്ളതൊക്കെ. അപ്പോൾ ഇവിടെ ചെരുപ്പ് കൂരിയിട്ട് വേണം ഇങ്ങോട്ട് കയറാൻ. അപ്പോൾ നമ്മൾ ചെരുപ്പൊക്കെ ഊരി സേഫാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കൊന്നല്ല, ഇവിടെ നമുക്ക് വിസിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കാണാം.
ഇതിൻ്റെ പേരാണിത്, ശ്രീ കാര്യസിദ്ധി ഹനുമാൻ. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ടെമ്പിളിനെ കുറിച്ച് പറയാനൊന്നും അറിയില്ല നമുക്ക്. ഫുള്ള് മറ്റേ കൊത്തുപണികളുണ്ടോ, കളത്തിലും ചൂട്ടാണ്. കോലം വരച്ചിട്ട് നോക്കിയിട്ട് അടിപൊളി സ്ട്രക്ചറാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത കൊത്തുപണിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ മൈസൂർ വരുന്നവർ ജസ്റ്റ് ഇതും കൂടെ ഒന്ന് വിസിറ്റ് ചെയ്യുക. ഇവിടെ വരുമ്പോൾ നമ്മൾ ചെരുപ്പൊക്കെ ഊരിയിട്ട് വരണം കേട്ടോ. ഇതിൻ്റെ അകത്തേക്ക് ഇറക്കണമെങ്കിൽ ചെരുപ്പ് വരണം. ചെരുപ്പ് ഊരിയിട്ട് എല്ലാവർക്കും കയറാം കേട്ടോ. അകത്തേക്കല്ല, നമുക്ക് ഈ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ട് സെറ്റായിട്ട് ആസ്വദിക്കാം. ഇതൊരു സ്പെഷ്യൽ ടെമ്പിളാണെന്നാണ് പറഞ്ഞ്. ഹനുമാൻ്റെ 3 ടൈപ്സ് ഇപ്പോൾ ഹനുമാൻ ഈ ഒരു ഒറ്റ ഇതിലുണ്ട്. അതായത് ആകാശം എന്ന് പറഞ്ഞിട്ട് മുകളിൽ, പിന്നെ മിഡിലിൽ ഒരെണ്ണം, പിന്നെ താഴെ ഒരെണ്ണം, അങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ 3 നമുക്ക് ആർക്ക് വേണമെങ്കിലും കയറിയിട്ട് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നൈസാണ്, നമുക്ക് ഉള്ളിലേക്ക് പോയിട്ട് കണ്ടിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ മുകളിലുള്ള ആകാശം എന്നാണ് പറഞ്ഞത്, അത് കറക്റ്റ് മനസ്സിലായി. നടുക്കുള്ള പൃഥ്വി, പിന്നെ അതുപോലെ താഴെയുള്ളത് പാതാള. ഓക്കെ, അപ്പോൾ ആകാശ, പൃഥ്വി, പാതാള. ഓക്കെ. അപ്പോൾ ഇങ്ങനെ 3 ഹനുമാനാണുള്ളത്. ഹനുമാനല്ല, ഹനുമാൻ്റെ ശില്പമാണുള്ളത്. അപ്പോൾ അത് നമുക്ക് ഉള്ളിലേക്ക് കയറിയിട്ട് കാണാമെന്ന് പറഞ്ഞു. എന്തായാലും നൈസാണ്. ഇതൊക്കെ അതിൻ്റെ ആ ടെമ്പിളിൻ്റെ ഒരു ഭാഗം. ഇപ്പോൾ മ്യൂസിയത്തിലൊക്കെ കയറി ഇറങ്ങി. പക്ഷെ ഇവിടെ ഒന്നും ക്യാമറ അല്ല, ഇവിടെ അല്ല. ഈ ടെമ്പിളിൻ്റെ ഭാഗത്തായാലും എവിടെയും ക്യാമറ അല്ല, ഇവിടെ അല്ല. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇനി നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ പോണ്. അതെ, മൈസൂർ പാലസ്. ഇപ്പോൾ 10 മണി ആവാണ്. ഒരു 3 മിനിറ്റ് കഴിഞ്ഞാൽ 10 മണിയാവും അല്ലേ, 9:57. അപ്പോൾ എല്ലാതും ഇവിടെ 10 മണിക്ക് ഇനി ഓപ്പൺ ചെയ്യുള്ളൂ. അപ്പം ഇനി അവിടെ പോയിട്ട്, അവിടെ ഓൾറെഡി ഓപ്പൺ ആയിട്ടുണ്ട്. 10 മണിക്ക് വിസിറ്റ് ചെയ്യുന്ന രീതിയിലാണ്. അതായത് ഞങ്ങളിപ്പോൾ 8 മണിക്കൊക്കെ പുറത്തിറങ്ങി, 2 മണിക്കൂർ വെറുതെ പോസ്റ്റാണ്. അവർ 10 മണിക്ക് ഇവിടെ ഏകദേശം എല്ലാം ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ ആ ഒരു സമയം നോക്കി ഇവിടെ ഇറങ്ങിയാൽ മതി. എന്നാലേ അല്ലാതെ അങ്ങനെ വിസിറ്റ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. പിന്നെ 10 മണി to 3 മണി എന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം ഇനിയുള്ള വീഡിയോ കണ്ടറിയാം എങ്ങനെയാണെന്നുള്ളത്. എങ്ങോട്ടാ പോണിച്ചാ? മൈസൂർ പാലസ്. ഇപ്പൊ നമ്മ പോണ മൈസൂർ പാലസിലേക്കാണ്. റോഡൊക്കെ ഇവിടുത്തെ അടിപൊളി റോഡാണ് കേട്ടോ. റോഡൊന്നും രക്ഷയില്ല. ഇവിടുന്നല്ലേ? ഇവിടെ പ്രാവശ്യം ഇതാണ് ബസ് സ്റ്റോപ്പ് വരുന്നത്. പാലസിന്റെ അപ്പുറത്ത് തന്നെയാണ് ബസ് സ്റ്റോപ്പ്. അപ്പോൾ ബസ്സിന് വരുന്നവർക്കൊക്കെ ചായ ഇപ്പം നമ്മ കടി കഴിച്ചപ്പോൾ കുടിച്ചു കേട്ടോ. പടുത്തത് കുടിച്ചൂന്ന്. ഇതാണ് വരെ സ്നേഹം. അതെ, സ്നേഹമല്ല കഴിച്ചത്, കാല് പിടിക്കാം.
അപ്പം ഞങ്ങൾ പാലസിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. ഇതാണ് പാലസിൻ്റെ ഒരു കവാടം. പാർക്കിംഗ് ഒക്കെ വിശാലമായ പാർക്കിംഗ് ഉണ്ട്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോവാം. ടിക്കറ്റ് ഒക്കെ ഉണ്ട്. ടിക്കറ്റ് ഒക്കെ എടുക്കണം. അപ്പോൾ ടിക്കറ്റ് എടുക്കുന്നതോടൊന്ന് എന്തായാലും പറയും വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ഒരു എൻട്രൻസ് എന്ന് പറയണം. വീഡിയോ എടുക്കാൻ പറ്റിയിരിക്കും. കുറേ ലൗഡ് ടിക്കറ്റ് എടുക്കണമായിരിക്കും വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ. ഡ്രോൺ മാത്രം ലോഡ് അല്ലാന്നുള്ളൂ തോന്നുന്നു കേട്ടോ. ഡ്രോണ് ക്യാമറ ഡ്രോൺ ക്യാമറ അല്ലേ? ഡ്രോൺ ക്യാമറ പ്രൊഹിബിറ്റഡ്. ഓക്കെ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഉള്ളിലേക്ക് കയറാൻ. ഇപ്പം നമുക്കിങ്ങനെ ഇതിൻ്റെ ഈ ഒരു കവാടത്തിലൂടെ ജസ്റ്റ് ഇങ്ങനെ പാലസ് കാണുന്നുണ്ട്. എൻ്റെ ഇപ്പോഴത്തെ വീഡിയോ ഉള്ളിൽ കയറിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ടിക്കറ്റ് എടുത്താ? എത്ര റേറ്റ് വരുന്നത്? 100. അപ്പോൾ ടിക്കറ്റ് ഒരാൾക്ക് 100 രൂപയാണ് വരുന്നത്. അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മൈസൂർ പാലസിൻ്റെ വ്യൂ, എൻട്രി വ്യൂ കേട്ടോ. നൈസ്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. അപ്പോൾ ഇതാണ് പാലസിൻ്റെ ഒരു സൈഡ് വ്യൂ. ഇവിടെ പാലസ് ഷൂട്ടും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് ഫോട്ടോഷൂട്ട്. അതെ, സിറാജ് ഇവിടെ പോസ്റ്റ് ആയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് എന്താ ഇല്ലാന്ന് പറഞ്ഞു സിറാജ്? സൂ ഇല്ലല്ലേ? അപ്പോൾ ചൊവ്വാഴ്ച ഇവിടെ സൂ ഓപ്പൺ അല്ലാന്ന് പറഞ്ഞത്. അതെ, അപ്പോൾ ചൊവ്വാഴ്ച മാക്സിമം ആരും വരാണ്ട് നോക്കുക. വേറെ ഏതെങ്കിലും ദിവസം ചൂസ് ചെയ്യുക. സൂ നമുക്ക് 2-3 മണിക്കൂറൊക്കെ എക്സ്പ്ലോർ ചെയ്യാണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അത് നമുക്ക് മിസ്സായി. അതെ, നല്ല കാഴ്ചകളും ഒരുപാട് ഇഷ്ടംപോലെ മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സൂ ആയിരുന്നു. അത് നമുക്ക് മിസ്സായി. എന്തേലും പറയണ്ടോ? ഫോട്ടോ എടുത്തോ? അങ്ങനെ അങ്ങനെ ആവട്ടെ. ഈ പാലസിൻ്റെ തന്നെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗാർഡൻ ഉണ്ട് കേട്ടോ. മോനെ റൊമാൻറ്റിക് അറ്റ് ദ പീക്ക്. യെസ്. പിന്നെ നമ്മൾ പാലസിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. പാലസിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു തരാം. ഇവരിങ്ങനെ ഫ്രണ്ടിൽ നടക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ വീഡിയോ എടുത്ത് ബാക്കിൽ ഇങ്ങനെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്യൂ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്നാണ് നമുക്ക് ടിക്കറ്റ് എടുക്കാറുള്ളത്. മൈസൂർ പാലസിലേക്കുള്ള ടിക്കറ്റ്, അതായത് പാലസിൻ്റെ അകത്തേക്കുള്ള ടിക്കറ്റ് നമുക്ക് ഇവിടെ നിന്നാണ് എടുക്കാറുള്ളത്. ഇപ്പോൾ ഷൂവും കാര്യങ്ങളൊക്കെ ഇവിടെ ഊരണം. അപ്പോൾ ഷൂ ഇടാനുള്ള ബാഗ് അവിടെ നിന്ന് വാങ്ങണം. അപ്പോൾ അച്ചീനെ പോയിട്ടുണ്ട്. ബാഗ് കിട്ടിയിട്ടുണ്ട്. ബാഗല്ലേ ചാക്ക. ബാക്കി ബാലൻസ് 2 രൂപ. ഈ ഇത് വാങ്ങുമ്പോ തരാൻ ആദ്യം ഷൂ
എടുത്തേക്കണേ. അങ്ങനെ ഞങ്ങളുടെ 4 പേരുടേതും ഈ ബാഗിലാക്കിയിട്ടുണ്ട്. ബാഗല്ല ചാക്ക്. ഇവിടെ ചാക്കൊന്നും പറഞ്ഞാൽ അറിയില്ല. എന്താ എന്നാ ഞാൻ ചാക്ക് കയറ്റി, എന്നാ ഞാൻ സഞ്ചി ഇറക്കി. ഇവിടുതാ 503 ബാഗ് നമ്പർ ഓക്കെ 503. ആ ചാക്കും കൊണ്ട് ഇറങ്ങി പോയി നമ്മുടെ 4 ആളെ സിറാജ് ഉറക്കനെ പറഞ്ഞോ, 4 ആള് കേക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും കൊണ്ടോട്ടെ പറഞ്ഞത് എനിക്ക്. അങ്ങനെ ഞങ്ങളവിടെ നാട്ടി വിടാണ് ഗൈസ്. അപ്പുറത്തല്ല ഒന്നറിയില്ലാണ്ട് പോവാ പോവാ. എൻട്രൻസ് ഇവിടെയാണ് തെറ്റിദ്ധരിച്ച് ഗൈസ്. അപ്പുറത്തായിരുന്നു. എവിടെ ഒരാട് കേറി പോണ്, എവിടെന്നുള്ള ബോധമൊന്നുമില്ല. ബോധം പണ്ടില്ല. അങ്ങനെ ഞങ്ങൾ കറക്റ്റ് വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ പോയത് റോങ് വേണം കേട്ടോ. അപ്പോൾ അവിടുന്ന് സെക്യൂരിറ്റി പറഞ്ഞു ഇതിലല്ല, അപ്പുറത്ത് വിടാണെന്ന് പറഞ്ഞു. നമ്മളിതിലെ പോന്നു. സൂനിയർ ഐറ്റംസുകൾ അങ്ങനെ എൻട്രൻസ് എത്തിക്കണം. ഇവിടെ നിന്നാണ് പാലസിലേക്കുള്ള എൻട്രൻസ് വരുന്നത്. ഇവിടെ നമ്മൾ വീഡിയോ എടുക്കരുത് എന്ന് പറയാൻ വേണ്ടി 2 ആളുണ്ട്. പറയില്ല, നോക്കാം. പറയാനില്ല കഴിച്ച്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ പാലസിൻ്റെ ഗൈഡ് ബുക്സ് കിട്ടും. കന്നഡ, ഹിന്ദി, മലയാളം ഉണ്ടോ അറിയില്ല. മലയാളം ഇല്ല, മലയാളം. ഇവിടെ എന്തോ വായിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യമില്ല, വെറുതെ. അങ്ങനെ ഒഫീഷ്യലി നമ്മൾ പാലസിലേക്ക് എൻ്റർ ചെയ്യണം. പണ്ട് ഞാനുണ്ടായി. കേട്ടില്ല എങ്ങനെ ഉള്ളിലേക്ക് രാജാവിനോട് വന്നിട്ട് കാറ്റുകൊള്ളാനും ശുദ്ധമായി ശ്വസിക്കാനും വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയെന്നാണ് സിറാജിന്റെ അഭിപ്രായം. അവർക്ക് നല്ല ഇപ്പൊ ഇവിടെ പറയുന്നുണ്ട് വിഡിത്തൊന്ന് വിളിച്ചു പറഞ്ഞ യൂട്യൂബ് ചാനൽ വരുന്നു. അച്ഛനെ ഇവിടെ പാലസ് കാണാതിരിക്കില്ലല്ലോ, അച്ഛനോട് എഡിറ്റിങ്ങിന്റെ ആയിരിക്കില്ല. ഇപ്പൊ ഞാൻ ഉള്ളിൽ ഇതാക്കുന്നല്ല, ഇപ്പൊ അധികം വർക്കാക്കുന്നില്ല ഉള്ളിലേക്ക്, മറ്റേ ഗ്ലാസ് ഇട്ടിട്ടിലേക്ക്. രാജാക്കന്മാരതല്ല, ഡിസൈനർമാര്. രാജാക്കന്മാര് പറഞ്ഞിട്ടല്ലേ ഡിസൈനർമാർ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ, പാലസിൻ്റെ ഉള്ളിൽ ചില സൈഡിൽ ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇങ്ങനെ ഷോക്കേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് പറഞ്ഞു തരാൻ എന്തൊക്കെയാണെന്നുള്ളത് അറിയില്ല, കണ്ടിട്ട് മനസ്സിലാവോ നോക്ക്. ആ പറഞ്ഞോ. രാജവാദ്യാറാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തത്. ഈ കൺസ്ട്രക്ഷൻ ഈ പാലസ് ഉണ്ടാക്കിയത് ഇയാളാണോ? ഓക്കെ.
ആര് ശിഷ്യൻ. ശിഷ്യനോ? ഓക്കെ, എല്ലാം ഇവിടെ പറഞ്ഞ കേട്ടോ. പൊങ്കാല ഇങ്ങോട്ട് ഇടാം. ഫോട്ടോ എടുത്തെടുത്ത് കുടുംബശ്രീ പഞ്ചായത്ത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഗൈഡ് വിവരിച്ചു കൊടുക്കാം കേട്ടോ. അതായത് നമുക്ക് ഇവിടുന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഗൈഡിനെ എടുക്കാം. ചെറിയൊരു ഫീസോ കാര്യങ്ങളോ എന്തോ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ പാലസിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എടുത്തിട്ടില്ല. അപ്പോൾ ഇവിടെ എടുത്തൊരു ടീമിനെ അവരിങ്ങനെ ക്ലിയറായിട്ട് പക്കയായിട്ട് ഇതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. സെറ്റാ? അപ്പോൾ അങ്ങനെ പാലസിന്റെ ഉള്ളിലുള്ള കാഴ്ചകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ടിലേക്ക് പോയിട്ടില്ലല്ലേ? അല്ല, പുറത്തേക്ക് പോവാം. അതായത് പാലസിന്റെ ഫ്രണ്ട്, മെയിൻ എൻട്രൻസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ടൊന്നും എൻട്രൻസ് ഇല്ല, സൈഡാണ്. അപ്പോൾ പാലസിന്റെ മെയിൻ എൻട്രൻസിലേക്കാണ് നമുക്ക് പോകലല്ലേ. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും ഫോട്ടോസും നോക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ സൈഡ് വ്യൂ ഒക്കെ കണ്ട് അകത്ത് കണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് കേട്ടോ. മൈസൂർ പാലസിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത്ര അടിപൊളിയാണ് കേട്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഇതാണ് എക്സിറ്റ് കേട്ടോ. അപ്പോൾ പാലസിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടില്ലേ? അപ്പോൾ പാലസിൽ നിന്ന് പോവാണ്. ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. എവിടെക്കാന്നറിയില്ല, ഞങ്ങൾ നോക്കട്ടെ, അതെ, എന്നിട്ട് കാണിച്ചു തരാം.